കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടി നഗരത്തിലും പുലിയിറങ്ങി. കണ്ണമ്പുഴ റോഡിലാണ് പുലിയുടെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞത്. ഭീതിയിൽ പ്രദേശവാസികൾ. കേച്ചേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. പെരിഞ്ഞനം ബീച്ച് റോഡിൽ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. കല്ലൂരിൽ യുവാവിനെ കമ്പി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ വഴിയോര കച്ചവടക്കാരനെ ആക്രമിച്ച കേസിൽ എടവിലങ്ങ് സ്വദേശി അറസ്റ്റിൽ. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. നഞ്ച് കലക്കിയതെന്ന സംശയം. കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വെള്ളം വിഷമയമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. ചൂണ്ടലിൽ കൃഷിനാശം വരുത്തിയ 11 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിന്റെ നടപടി കർഷകരുടെ പരാതിയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടി നഗരത്തിലും പുലിയിറങ്ങി. ചാലക്കുടി ദേശീയപാതയ്ക്ക് തൊട്ടടുത്ത് കണ്ണമ്പുഴ റോഡിലാണ് 2 ദിവസം മുമ്പ് സിസിടിവി ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഐനിക്കാട്ടുമമ്മീത്തിൽ രാമനാഥന്റെ വീട്ടിലെ സിസിടിവി പരിശോധിച്ചപ്പോഴായിരുന്നു പറമ്പിലൂടെ പുലി നടന്നുപോകുന്ന ദൃശ്യം കണ്ടത്. തുടർന്നിവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. പരിയാരം ഫോറസ്റ്റ് റേഞ്ചിലെ മൊബൈൽ സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറയിൽ കാണുന്ന ദൃശ്യം പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വീട്ടുപറമ്പിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകളും കാണപ്പെട്ടു. കഴിഞ്ഞ രാത്രികളിൽ ചില ശബ്ദങ്ങൾ കേട്ടുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ പരിശോധിച്ചതെന്നും രാമനാഥൻ പറഞ്ഞു. 6 കിലോമീറ്റർ അകലെ കൊരട്ടി ചിറങ്ങരയിലാണ് 2 ആഴ്ച മുമ്പ് പുലിയെത്തിയതും ഇതിനെ പിടികൂടാൻ വനംവകുപ്പിന്റെ RRT സംഘം രംഗത്തിറങ്ങിയതും. ചാലക്കുടി പുഴയുടെ തീരത്താണ് കണ്ണമ്പുഴ റോഡ്. പുഴ കേന്ദ്രീകരിച്ച് പുലികൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടിയിലും പുലിയെ കണ്ടതായി വിവരമറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി നഗരത്തിൽ പുലിയെ കണ്ടതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭയും വനംവകുപ്പും രംഗത്തെത്തി. MLA സനീഷ് കുമാർ ജോസഫിന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ കൌൺസിലിന്റെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചാലക്കുടി DFO വെങ്കിടേഷ് യോഗത്തിൽ സംബന്ധിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 7 അംഗ RRT സംഘത്തെ ചുമതലപ്പെടുത്തിയതായി DFO അറിയിച്ചു. നിരീക്ഷണ ക്യാമറകൾ ഉടൻ സ്ഥാപിക്കും. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ആവശ്യപ്പെട്ടു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരസഭാ പ്രദേശത്ത് പുലി എത്തിയതിന്റെ ഗൌരവം കണക്കിലെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സനീഷ് കുമാർ ജോസഫ് MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചിറങ്ങര, കൊരട്ടി മേഖലകളിലൊക്കെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയിട്ടുള്ളത്. ഇത് ജനങ്ങളിൽ അതിൻ്റേതായിട്ടൊരു ഭയാശങ്കകളുണ്ട്. അപ്പോൾ അടിയന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഇതുപോലുള്ള മൃഗങ്ങളെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള അനുമതി നേടാനായിട്ട് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന നിർദ്ദേശമുണ്ടായി. ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ മേഖലയിൽ തെരുവ് നായകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും ഇവയെ പുലി പിടിച്ചതായാണ് സംശയിക്കുന്നതെന്നും VJ ജോജി കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. സമീപ പ്രദേശത്തെ പൊതുനിരത്തിലെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് തീരുമാനിച്ചതായി ചെയർമാൻ ഷിബു വാലപ്പൻ യോഗത്തിൽ അറിയിച്ചു. ഇതിനിടെ കണ്ണമ്പുഴ റോഡിലെ പുലിയെത്തിയ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തി. ചെറിയൊരു പുലിയുടെ കാൽപാദത്തിന്റെ അടയാളമാണ് കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. നായുടെ ആണെങ്കിൽ അതിങ്ങനെ കൂർത്തിട്ടാണ് ഉണ്ടാവുക. ഇതിലേ ക്രോസ് ചെയ്തു പോയ ലക്ഷണങ്ങളുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കിലും മരത്തിലും ഇടിച്ച അപകടം 6 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി തലക്കൂട്ടുകര സ്വദേശി അജിൻ, പാറമ്പാടം സ്വദേശി വിൽസൺ, പെരുമ്പിലാവ് കോട്ടോൾ സ്വദേശി സൌമ്യ, കോട്ടൂർ സ്വദേശി ബീവാത്തു, പാലുവായ് സ്വദേശി അജിൻ, വെള്ളിത്തിരുത്തി സ്വദേശി സൌഭാഗ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അമിത വേഗതയിൽ മുൻപിൽ പോവുകയായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. 30-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ് സമീപത്തെ മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ തോട്ടിലേക്ക് മറിയാതെ ദുരന്തം ഒഴിവായി. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരിഞ്ഞനം ബീച്ച് റോഡിൽ ടിപ്പർ ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പെരിഞ്ഞനം പഞ്ചാരവളവ് സ്വദേശി പീടികപ്പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. രാവിലെ 8 മണിയോടെ പെരിഞ്ഞനം പഞ്ചാരവളവ് പാലത്തിന് കിഴക്കുഭാഗത്താണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലൂരിൽ യുവാവിനെ കമ്പി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ലാലിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തലയ്ക്കും കൈക്കും കാലിലും ഇരുമ്പ് കമ്പി കൊണ്ട് അടിയേറ്റ പ്ലാവിൻകുന്ന് സ്വദേശി കുറുവത്ത് വീട്ടിൽ ജിത്തു ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാത്രി കല്ലൂർ മാവിൻചുവടിലായിരുന്നു സംഭവം. 3 മാസം മുൻപ് ജിതിൻ ലാലിൽ നിന്ന് ജിത്തു 10,000 രൂപ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. കടം വാങ്ങിയ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനിടെ ബന്ധുവീട്ടിൽ പോയി തിരിച്ചുവരുന്നതിനിടെ റോഡിൽ തടഞ്ഞു നിർത്തിയാണ് പ്രതി യുവാവിനെ ആക്രമിച്ചത്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ വഴിപാട് ആൾരൂപ കച്ചവടക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി വട്ടൂളി വീട്ടിൽ സഞ്ജുവിനെ മുളവടി കൊണ്ട് ആക്രമിച്ച കേസിൽ എടവിലങ്ങ് കുഞ്ഞൈനി ഒസാലു വീട്ടിൽ അഷ്റഫിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി വഴിപാട് ആൾരൂപ കച്ചവടത്തിനായി ഭാര്യയോടൊപ്പം എത്തിയ സഞ്ജുവിനെ അഷ്റഫ് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതിയുണ്ട്. സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയർന്നു. എരവക്കാട് ഓടഞ്ചിറ ഷട്ടർ തുറന്നതിന് ശേഷമാണ് വെള്ളത്തിൽ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയതെന്നും മീനുകൾ ചത്തുപൊങ്ങുന്ന സ്ഥിതി ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മണലിപ്പാലത്തിന് സമീപം വരെ മണലിപ്പുഴയിൽ സമാന അവസ്ഥയാണുള്ളത്. കുടിവെള്ള പദ്ധതിക്കടക്കം ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ഷട്ടർ തുറക്കുമ്പോൾ നഞ്ച് കലക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജലം മലിനമായതിന്റെ കാരണം പരിശോധന നടത്തി കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മാലിന്യ കൂമ്പാരം കൊണ്ട് നികത്തിയെടുക്കുന്ന കുഴികളും കാലങ്ങളായി ലവണാംശം അടിഞ്ഞ് തരിശായി കിടക്കുന്ന കളിമണ്ണെടുത്ത അഗാധ ഗർത്തങ്ങളും മഴയിൽ നിറഞ്ഞ് പുഴയിലേക്ക് ഒഴുകിയതാണോ, പുഴയിൽ വിഷമയമായ എന്തെങ്കിലും കലർന്നതാണോ എന്നും വ്യക്തത ഉണ്ടാകണമെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടു. തന്നെ മീനുകൾ വ്യാപകമായിട്ട് ചത്തുപൊന്തുകയും ചെയ്യുന്നത് 2 ദിവസം മുന്നാണ് ഉണ്ടായത്. അതിനുശേഷം ശാസ്ത്ര പരിഷത്തിൻ്റെ നെന്മണിക്കര മണലിപ്പുഴ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെ എയിനെ ഇതിലുമായിട്ട് പരാതിപ്പെട്ടു. കാരണം ഇങ്ങനെ വർഷകാലത്താണ് സംഭവിക്കാറ്. അപ്പോൾ ഇവിടെ നാട്ടുകാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കളർ വ്യത്യാസം വന്നത്, മീനുകൾ വ്യാപകമായിട്ട് ചത്തുപൊന്തിയത്, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുഴയിലാണ് ഈ നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം മണലി തൊട്ട് നമ്മുടെ ഓടഞ്ചിറ ഷട്ടർ, എറവക്കാട് ഓടഞ്ചിറ ഷട്ടർ വരെയുള്ള ഭാഗത്താണ് ഈ നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ചൂണ്ടലിൽ കൃഷിനാശം വരുത്തിയ 11 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ തായങ്കാവ്, പയ്യൂർ, ചിറപ്പറമ്പ് മേഖലകളിൽ നിന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നികൾ കൃഷിക്ക് വൻതോതിൽ നാശം വരുത്തുന്നുണ്ടെന്ന് കർഷകർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. പന്നികളെ ഡീസൽ ഒഴിച്ചതിനു ശേഷം കുഴിച്ചുമൂടി. എറണാകുളം മരട് സ്വദേശിയായ സംഗീതിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, ആക്രമണങ്ങൾ നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക യൂണിയൻ DFO കാര്യാലയത്തിനു മുന്നിൽ സംസ്ഥാനതല കർഷക സമര സംഗമം നടത്തി. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും അനുവാദം നൽകണമെന്ന് തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തവർ അധികാരത്തിൽ തുടരുന്നത് അധാർമികമാണെന്നും അദ്ദേഹം പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA, MP പോളി, CV കുര്യാക്കോസ്, ജോസ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിപുലത്ത് കുറുമാലി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുലം വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് നന്ദിപുലം പാറക്കടവിൽ ശ്രീരാഗിനെ കാണാതായത്. എറണാകുളത്തെ സ്വകാര്യ ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യനായി ശ്രീരാഗ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശ്രീരാഗിന്റെ ബൈക്കും ബാഗും വീടിന് സമീപത്തെ ക്ഷേത്രത്തിനരികിൽ നിന്നും ഷൂ പുഴക്കടവിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
6 പഞ്ചായത്തുകളെ പന്നിയങ്കര ടോൾ പ്ലാസയുടെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ MP. പാണച്ചേരി, പുതുക്കാട്, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, വടക്കാഞ്ചേരി പഞ്ചായത്തുകളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പഞ്ചായത്തുകളിലുള്ളവർക്ക് ടോൾ ഇളവ് അനുവദിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ റൂൾ 377 പ്രകാരം ആവശ്യപ്പെട്ടു. അപകടത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ശൃഗപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയലക്ഷ്മി ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. ബസ് ഉടമ അഖിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ അപകടം. ഗുരുവായൂർ കപ്പിയൂർ കർണംകോട്ട് ഹരിദാസനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. കാറിന്റെ മുകൾ വശവും മുന്നിലെ ചില്ലും തകർന്നു. കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന പെട്രോൾ ടാങ്കർ ലോറിക്ക് മുകളിലേക്കും മരക്കൊമ്പ് ഒടിഞ്ഞു വീണിരുന്നു. അപകട ഭീഷണി ഉയർത്തുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് കൌൺസിലർ ജീഷ്മ സുജിത്ത് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അവകാശികളിൽപ്പെട്ട പട്ടാരിയ സമുദായം ചടങ്ങുകൾ നടത്തുന്നതിന് മുന്നോടിയായി വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ചു. സമുദായം പ്രസിഡന്റ് സജീവ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ, കമ്മിറ്റി അംഗങ്ങളായ രവി, പ്രേമൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഭരണിനാളിൽ വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും കുശ്മാണ്ഡ ബലി അർപ്പിക്കുന്നതും പട്ടാരിയ സമുദായമാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വരിനെല്ല് സമർപ്പണം നടന്നു. കാളിദാരിക യുദ്ധത്തിൽ മുറിവേറ്റ ദേവിക്കായി അശ്വതി പൂജയ്ക്ക് ശേഷം ഭരണി ദിവസം പുലർച്ചെ സരസ്വതി യാമത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജയ്ക്ക് നിവേദിക്കുന്ന പായസത്തിനായാണ് ഔഷധ ഗുണമുള്ള വരിയരി ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ക്ഷേത്രത്തിൽ വരിയരി എത്തിക്കുന്ന കൊരഞ്ഞിയൂർ കീഴാപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം വടക്കേ നടയിൽ വരിയരി സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ്, ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ച് കടന്ന വടിവാൾ വിനീത് രക്ഷപ്പെട്ടത് ബുള്ളറ്റിലെന്ന് സംശയം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. പഷ്ണത്ത് വീട്ടിൽ ശരത്തിന്റെ KL 48 S 1360 റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷണം പോയത്. ബൈക്ക് മോഷണം പോയതായി ഇയാൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ താക്കോലുണ്ടായിരുന്നു. ഈ ബൈക്ക് കവർന്നത് വിനീതാണെന്നാണ് പോലീസിന്റെ നിഗമനം. വടിവാൾ വിനീത് എന്ന വിനീതിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരവെ ചൊവ്വാഴ്ച വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നത്. ഒപ്പം രക്ഷപ്പെട്ട ആലപ്പുഴ സ്വദേശി രാഹുലിനെ അകമ്പാടത്ത് നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. എളനാട് പരുത്തിപ്രയിൽ മരത്തിൽ നിന്നും വീണ യുവാവ് മരിച്ചു. പരുത്തിപ്ര കുട്ടാടൻചിറ വടക്കേ കുളമ്പിൽ യൂസഫിന്റെ മകൻ 43 വയസ്സുള്ള കബീറാണ് മരിച്ചത്. അപകടം സംഭവിച്ചയുടൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള അന്നമ്മനട ബസ് സ്റ്റാൻഡിന് മുകളിൽ എഴുതിവെച്ചിരുന്ന ബോർഡ് മറച്ചത് നിർമ്മാണം കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം. K കരുണാകരന്റെയും TU രാധാകൃഷ്ണന്റെയും പേര് മറച്ചുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ വന്നപ്പോൾ സംഭവിച്ചതാണിതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പേരുകൾ മായ്ച്ചതിനെ തുടർന്ന് പുതിയ നിർമ്മാണങ്ങൾ കോൺഗ്രസ് തടഞ്ഞിരുന്നു. തുടർന്നാണ് ചർച്ച നടത്തി തീരുമാനത്തിലെത്തിയത്. നിർമ്മാണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ 18 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മാള പോലീസ് കേസെടുത്തു. ക്ലാസ് മുറികളിലെ ബെഞ്ചും ഡെസ്കും വൃത്തിയാക്കി മുപ്ലിയം സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരുടെ പടിയിറക്കം. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറിയിലെ ഡെസ്കുകളും ബെഞ്ചുകളും വൃത്തിയാക്കിയാണ് പടിയിറക്കം ആഘോഷമാക്കിയത്. 10ാം ക്ലാസ്സുകാരായ നന്ദിപുലം സ്വദേശികളായ ശ്രീഹരി, സൂര്യദേവ്, മുപ്ലിയം സ്വദേശികളായ കാശിനാഥ്, അജിത്, ജഗന്നാഥൻ, സുജിത് എന്നിവർ ചേർന്നാണ് ക്ലാസ്സിലെ ഉപകരണങ്ങൾ കളറാക്കിയത്. എഴുതിയും ചിത്രങ്ങൾ വരച്ചും വൃത്തികേടായി കിടന്ന ബെഞ്ചുകളും ഡെസ്കുകളും വൃത്തിയാക്കി അടുത്ത വർഷം വരാനിരിക്കുന്നവർക്ക് മികച്ച സാഹചര്യം ഒരുക്കണം എന്നായിരുന്നു ഇവരുടെ ആശയം. സ്കൂളിലെ അധ്യാപകനായ സനീഷ് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി.
അപ്പോൾ ബെഞ്ചുമേ മഷിയും ഇങ്ങനെ ലീക്കൊക്കെ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു പെയിൻ്റ് അടിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി പിരിവിട്ട് കുറച്ച് കാശായിട്ട് പെയിൻറ് വാങ്ങിച്ചു അടിച്ചു. ഞങ്ങൾ സ്കൂളിലത്തെ ലാസ്റ്റ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത പോലെ ഇവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണേക്കാളും മുമ്പ് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് ചെയ്തത്. ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യത്തിൽ ഒക്കെ വലിയ സന്തോഷമുണ്ട്. അടുത്ത പോലെ വരുന്ന ആൾക്കാരും ഇതേപോലെ തന്നെ ചെയ്യണമെന്നുണ്ട്. ഇത് അവർ ചെയ്യാൻ വേണ്ടി ഇതൊരു പ്രചോദനമായിട്ട് എടുക്കട്ടെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അവരെ ക്ലാസ് മുറി അവർ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ആരിൽ നിന്നല്ല അവരുടെ കയ്യിൽ നിന്നും തന്നെ പൈസ പിരിച്ച് അവർ തന്നെ ബ്രഷും പെയിന്റും വാങ്ങിച്ച് അവരെ പഠിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഇന്നലെ അവർക്ക് ബയോളജി ടീച്ചർ ക്ലാസ് എടുത്ത് ഉച്ച നേരത്ത് അവരെന്നോട് വന്ന് ചോദിക്കണം, ടീച്ചറെ ഞങ്ങൾ ക്ലാസ്സിൽ ബെഞ്ചും ഡെസ്ക് ഒന്ന് പെയിന്റ് അടിച്ചോട്ടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ പരീക്ഷയാണ്, അപ്പോൾ ഉച്ച നേരത്ത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ടീച്ചർ, ഭയങ്കര ചൂടില്ല, അപ്പോൾ ഞങ്ങൾ ആ ഒഴിവ് സമയത്ത് പഠിക്കാത്ത സമയത്ത് ഇരുന്ന് ചെയ്തോട്ടെ എന്നാണ് ആ കുട്ടിയോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ തോന്നിയത് അവരുടെ വലിയ മനസ്സാണ്. അടുത്ത വർഷം കുട്ടികൾ വന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അടുത്ത 10ാം ക്ലാസ് വന്നിരിക്കുമ്പോൾ അവർക്ക് തോന്നും ഇനി ഞങ്ങളായിട്ട് ഇതൊരു വൃത്തികേടാക്കരുത്. അപ്പോൾ വലിയൊരു സന്ദേശമാണ് ഈ കുട്ടികൾ കൊടുക്കുന്നത്. നമ്മളിരിക്കുന്ന ഇരിപ്പിടം ഏറ്റവും മനോഹരമായി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ആ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി വരുന്ന കുട്ടികൾക്കും അത് മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ സിനിമാ താരവും മുൻ എംപിയുമായ ഇന്നസെന്റിനെ അനുസ്മരിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ അധ്യക്ഷയായിരുന്നു. മുൻ MLA KU അരുണൻ, BA മനോജ് കുമാർ, TG ശങ്കരനാരായണൻ, ജയൻ അരിമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയേർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലത്തിന്റെ മുന്നിൽ 15 ദിവസമായി നടത്തിവന്ന അനിശ്ചിതകാല സമരം നിർത്തിവെച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെയാണ് സമരം നിർത്തിവെച്ചത്. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സാണ് സമരം നടത്തിയിരുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ എന്നിവർ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ 16-നെതിരെ 19 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുന്നംകുളം നഗരസഭ ബഡ്ജറ്റ് അംഗീകരിച്ചു. കോൺഗ്രസ്, BJP, RMP അംഗങ്ങൾ ബഡ്ജറ്റിനെ എതിർത്ത് വോട്ട് ചെയ്തു. ഊതിവീർപ്പിച്ച ബലൂൺ പോലെ പൊങ്ങച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബലൂണുകൾ കുത്തിപ്പൊട്ടിച്ചാണ് ബജറ്റിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ചർച്ചയ്ക്ക് വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ മറുപടി പറഞ്ഞു. കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. AIYFന്റെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ ധർണ നടത്തി. കുട്ടൻകുളം പരിസരത്ത് നടന്ന ധർണ AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ അധ്യക്ഷനായിരുന്നു. കഥാകൃത്ത് അമൽ C രാജൻ, ബിനോയ്, ഷെബീർ, സോമൻ താമരക്കുളം, TK സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പലക ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ശനിയാഴ്ച ആരംഭിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ്യ് സമർപ്പണം രാവിലെ ആരംഭിക്കും. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും. തരിശുരഹിത ഇരിങ്ങാലക്കുട ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പച്ചക്കുടയുടെ ഭാഗമായി വെള്ളാനി പുളിയംപാടം സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. കാരളം പഞ്ചായത്തിലെ ചെമ്മണ്ട പുളിയംപാടം പാടശേഖരത്തിൽ ഉൾപ്പെടുന്നതാണ് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച വെള്ളാനി പുളിയംപാടം പ്രദേശം. 120 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വെള്ളാനി പുളിയംപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഭരണാനുമതി ലഭിച്ച പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു. എരുമപ്പെട്ടി മുണ്ടൻകോട് ഗ്രാമത്തിൽ നിർധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയോധികയായ തങ്കയ്ക്കാണ് 460 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ താമസിച്ചിരുന്ന പഴക്കമുള്ള വീട് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണിരുന്നു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, പഞ്ചായത്ത് അംഗം MC ഐജു, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പല പ്രസ്ഥാനങ്ങളും ഇപ്പോൾ അത് വിജയിപ്പിക്കാൻ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. TK ദേവസി, PS സുനീഷ്, NK കബീർ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. മുതുവറയിൽ റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന ഹിറ്റാച്ചി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് റോഡിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപം. ഒരു മാസത്തോളമായി അപകട ഭീഷണി ഉയർത്തിയും സമീപത്തെ വീടിനും വ്യാപാര സ്ഥാപനത്തിനും തടസ്സമായും ഹിറ്റാച്ചി നിർത്തിയിട്ടിരിക്കുകയാണ്. നിരവധി തവണ റോഡ് നിർമ്മാണത്തിന്റെ സൂപ്പർവൈസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിൻ തുടങ്ങി. ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, AC രമേശ്, തുളസി രാമചന്ദ്രൻ, കൃഷ്ണൻ തുപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ഓട്ടിസം അവബോധ ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ തിരിച്ചറിവ് എന്ന തെരുവ് നാടകം സംഘടിപ്പിച്ചു. തൃശൂർ കാര്യാട്ടുകരയിൽ 29 വർഷമായി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചുവരുന്ന അംഹ എന്ന സ്ഥാപനമാണ് തെരുവ് നാടകം സംഘടിപ്പിച്ചത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന നാടകം ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ദീപ നിശാന്ത്, ബാലാജി M പാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അംഹ സ്ഥാപക ഡോക്ടർ P ഭാനുമതിയുടെ നേതൃത്വത്തിലാണ് നാടകം ഒരുക്കിയത്. ഗണേഷാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ തുടങ്ങുകയാണ് തിരിച്ചറിവ്. തടകൾ നീക്കി ഒക്കെയും തളിർക്കണം. ഞാനും എന്റെ ലോകവും ഇപ്പോഴും വിചിത്രമായി നീങ്ങി ഇത്ര കാലവും ചുറ്റിനും ഇരുട്ടുപോൽ. ഇതിനെപ്പോലെയുള്ള അനേകങ്ങളുടെ കഥയാണ്. നേരം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ ചിന്തിച്ചു കാണും. മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക സുവർണമുദ്ര പുരസ്കാരത്തിന് അർഹനായ പഴുവിൽ രഘുമാരാരെ വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉപഹാരവും പ്രശസ്തിപത്രവും സമ്മാനിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാര ജേതാവ് കുമ്മത്ത് നന്ദനൻ, മാധ്യമപ്രവർത്തകരായ സാജു ത്രിപ്രയാർ, അരുൺ ദർശന എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും VS സുനിൽകുമാർ സമ്മാനിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, പരമേശ്വരൻ മേനാത്ത്, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജാഗ്രതാ ജ്വാല സംഘടിപ്പിച്ചു. മുറ്റിച്ചൂർ കോക്കാമുക്കിൽ BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷയായി. ബിജു അണ്ടേഴത്ത്, ഷൈജു പള്ളിയിൽ, മണികണ്ഠൻ പുളിക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു. അത് പിന്നീട് അതോടുകൂടി അവസാനിക്കുന്ന രീതിയിലുള്ള കഞ്ചാവിനോട് ഉണ്ടായിരുന്ന വിഷയത്തിലേക്ക് പോയപ്പോൾ വിദ്യാർത്ഥികളെയും വരെ കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ
വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭാരവാഹി RH ജലീൽ അധ്യക്ഷനായി. CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി PM സോമൻ, PT പ്രസാദ്, അജിത് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PA ജോസ്, CL ജോൺസൺ, ഹരിദാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗമുള്ള ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചാഴൂർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ജോൺ ജേക്കബ്, KK രാജേഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് മുന്നിലും തളിക്കുളം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്കും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുമുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൾ നാസർ, വാർഡ് അംഗങ്ങളായ IS അനിൽകുമാർ, വിനയപ്രസാദ്, സന്ധ്യ മനോഹരൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങളിത് എന്തുകൊണ്ട് പഞ്ചായത്ത് നിങ്ങൾക്ക് എടുത്ത് വിതരണം ചെയ്തതിന് വേണ്ടി തരുന്നു. അതാണ് ടോട്ടൽ 22 നിർവഹണം നടത്തുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളെ. സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചെയർമാൻ സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു. ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ, I മുഹമ്മദ് കുട്ടി സോരി, ബാബു ശാന്തി, DCC സെക്രട്ടറിമാരായ TM നാസർ, CS രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 20 വർഷമായി സലീം കയ്പമംഗലത്തിന്റെ മൈറ്റിൽ ഇതേപോലെ തന്നെ വിശുദ്ധ റമദാന് പ്രധാനുഷ്ഠാനം എടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടകര പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡൽജിത്ത് ഞർലേലി, MK ഷൈൻ, സദാശിവൻ കുറുവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. PA നാസർ, ആച്ചി ബാബു, പൊറ്റയിൽ മുംതാസ്, TK മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. KF ഡൊമിനിക്, മണി കാവുങ്ങൽ, CJ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ ധർണ നടത്തി. പ്രതിഷേധ യോഗം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായി വരുന്നുണ്ടെങ്കിലും അതൊന്നും ആലോചിക്കാതെ ആയിരക്കണക്കിന് ഏത് യൂണിയനിൽപ്പെട്ട ആളുകളാവട്ടെ, ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി പൊരുതുമ്പോൾ തിരുവില്ലാമല പഞ്ചായത്ത് കെൽട്രോണിന്റെ സഹായത്തോടുകൂടി വയോജനങ്ങൾക്ക് കേൾവി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, പഞ്ചായത്ത് അംഗം K ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി രേഖ B നായർ തുടങ്ങിയവർ സംസാരിച്ചു.
എടക്കഴിയൂർ പ്രവാസികളുടെ കൂട്ടായ്മ എനോറ UAE ദുബായ് അൽ ഗുസൈസിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 300-ലധികം എടക്കഴിയൂർ നിവാസികൾ കുടുംബസമേതം പങ്കെടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബൂബക്കർ, അഭിരാജ്, ഡോക്ടർ റൻഷി രഞ്ജിത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ MV, പ്രസിഡന്റ് ഷാജി M. അലി, സെക്രട്ടറി മനാഫ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ക്ഷേത്രത്തിലെ ആണ്ടുവിഴ മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീ മഹാവാരാഹി ദേവിയുടെ ഊരിവലത്തും ദേശഗുരുതിയും ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു കൂട്ടാല, കാരൂർ ശ്രീധനക്കാവ് വെളിച്ചപ്പാട് ശ്രീവത്സൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുളങ്കുന്നത്തുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഇനി വാണിജ്യം. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാക്ടിക്കൽ യാർഡിൽ പുതിയ റീച്ച് ട്രക്കിന്റെ ലോഞ്ചിംഗ് നടന്നു. ഹൈടെക് ഗ്രൂപ്പ് CEO VM പ്രവീൺ റീച്ച് ട്രക്കിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജനറൽ മാനേജർ ശ്രീമോഹൻ, സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2005 പ്രവർത്തനം ആരംഭിച്ച ഹൈടെക് ഗ്രൂപ്പ് പൂത്തോൾ വഞ്ചിക്കുളം റോഡിലെ ഗ്ലോബൽ ടവർ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. JCB, ക്രെയിൻ, ഹിറ്റാച്ചി, ഫോർക്ലിഫ്റ്റ്, ഹെവി ഹൈഡ്രോളിക് മെഷീനറികളുടെ ഓപ്പറേറ്റിംഗ് കോഴ്സുകൾ, 1 ഇയർ മെക്കാനിക്കൽ കോഴ്സുകൾ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകൾ, എർത്ത് മൂവേഴ്സ് എന്നീ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ഹൈടെക് ഗ്രൂപ്പ്. ലോജിസ്റ്റിക്സ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾക്കായി ട്രെയിനിംഗ് നൽകുന്നതിന് ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയ റീച്ച് ട്രക്ക് തൃശൂരിൽ ആദ്യമായാണ് ലഭ്യമാക്കുന്നതെന്ന് ഹൈടെക് ഗ്രൂപ്പ് CEO VM പ്രവീൺ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്മിഷൻ നേടുന്നവർക്ക് ഹൈടെക് സ്പെഷ്യൽ ഓഫർ നൽകുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയ റീച്ച് ട്രക്ക് ഓപ്പറേറ്റിംഗ് പരിശീലനത്തിന് കുറഞ്ഞ ഫീസേ ഈടാക്കുന്നുള്ളൂ. റെഗുലർ സൺഡേ ബാച്ചസ്, ഫ്രീ ഹോസ്റ്റൽ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങിയവ ഹൈടെക്കിന്റെ മാത്രം സവിശേഷതയാണ്. ഹൈടെക് അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഹൈടെക് കോളേജ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈടെക് അക്കാഡമി ഡ്രൈവിംഗ് സ്കൂൾ, ഹൈടെക് ഹൈഡ്രോളിക് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് സർവീസ് ഡിജിറ്റൽ വേൾഡ്, ഹൈടെക് എർത്ത് മൂവേഴ്സ്, ഹൈടെക് കോളേജ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് SCM എന്നിവ ഹൈടെക് ഗ്രൂപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളാണ്. സാങ്കേതിക വിദ്യയിലൂടെ വ്യത്യസ്തത പുലർത്തുന്ന ഹൈടെക് ഗ്രൂപ്പിന്റെ മികവിന് വിവിധ തലങ്ങളിൽ നിന്ന് ഹൈടെക് ഗ്രൂപ്പ് CEO VM പ്രവീൺ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8195 രൂപ, പവന് 65,560 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3362 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടി നഗരത്തിലും പുലിയിറങ്ങി. കണ്ണമ്പുഴ റോഡിലാണ് പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞത്. ഭീതിയിൽ പ്രദേശവാസികൾ. കേച്ചേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. പെരിഞ്ഞനം ബീച്ച് റോഡിൽ ടിപ്പർ ലോറിയിടിച്ച സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. കല്ലൂരിൽ യുവാവിനെ കമ്പി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ വഴിയോര കച്ചവടക്കാരനെ ആക്രമിച്ച കേസിൽ എടവിലങ്ങ് സ്വദേശി അറസ്റ്റിൽ. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. നഞ്ച് കലക്കിയതെന്ന സംശയം. കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വെള്ളം വിഷമയമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ചൂണ്ടലിൽ കൃഷിനാശം വരുത്തിയ 11 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പഞ്ചായത്തിന്റെ നടപടി കർഷകരുടെ പരാതിയെ തുടർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.